മലപ്പുറം ജില്ലയിൽ പരക്ക മഴയാണ്. പരപ്പനങ്ങാടി നാടുകാണി സംസ്ഥാന പാതയിൽ റോഡിലേക്ക് മണ്ണിടിഞ്ഞു. മലപ്പുറം പാണക്കാട് എടപ്പാലത്താണ് സംഭവം. വിവരങ്ങളുമായി ശിവദാസ് കന്മനം ചേരുന്നുണ്ട്. ശിവദാസ്, വിശദാംശങ്ങൾ. പ്രജിത്ത്, മലപ്പുറത്ത് മഴ തുടരുകയാണ്. പക്ഷേ ഇന്നലെ രാത്രി ശക്തമായ മഴ ഉണ്ടായിരുന്നില്ല. ഇന്ന് രാവിലെ മഴ പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇടവിട്ടുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പാണക്കാട്. ഇവിടെ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഇതിന് തൊട്ടപ്പുറത്ത് മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്ത് റോഡ് ഇവിടെ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട്. ഈ മണ്ണ് റോഡിലേക്ക് ഇടിഞ്ഞ് വീണത് കൊണ്ട് തന്നെ നിലവിൽ ഗതാഗതം ഈ ഭാഗത്ത് സ്തംഭിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്തു കൂടിയാണ് വഴി തിരിച്ചുവിടുന്നത്. നിലവിൽ അത്തരത്തിൽ ആളഭയമോ അത്തരത്തിലുള്ള അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഇത്തരത്തിൽ പരക്കെയുള്ള ഒരു മഴ പല ഇടങ്ങളിലും പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിൽ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. കാര്യമായ ശക്തമായ ഒരു മഴ നിലവിൽ പെയ്തിട്ടില്ല. ഇന്നലെ രാത്രിയും ശക്തമായ ഒരു മഴ ഉണ്ടായിരുന്നില്ല. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ ശക്തമായ മഴ പെയ്തതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള വെള്ളക്കെട്ട് പല ഇടങ്ങളിലും രൂപപ്പെട്ടിട്ടുണ്ട്. താഴ്ന്ന പ്രദേശങ്ങൾ പലതും വെള്ളത്തിനടിയിലായിട്ടുണ്ട്. ഇന്നലെ വെയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല ഇടങ്ങളിലും ഈ വെള്ളം ഇറങ്ങിയ ഒരു സാഹചര്യവും ഉണ്ട്. പക്ഷേ ഇപ്പോഴും മഴ തുടരുന്ന ഒരു സാഹചര്യമുണ്ട്. അന്തരീക്ഷം ഇപ്പോഴും മേഘാവൃതമാണ്. ഇത്തരത്തിൽ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ ചെറിയ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ടെങ്കിലും നിലവിൽ വലിയ രീതിയിലുള്ള അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. പല ഇടങ്ങളിലും ഇത്തരത്തിൽ മണ്ണ് ഇടിഞ്ഞു വീണ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചില ഇടങ്ങളിൽ റോഡിലേക്ക് മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ട ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ട്. അത്തരത്തിൽ ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ശക്തമായ മഴ പെയ്തപ്പോൾ 2 കുരുന്ന് ജീവനുകൾ അടക്കം പൊലിഞ്ഞ ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. തോട്ടിലേക്ക് വീണ് 2 കുട്ടികൾ മരിച്ചിരുന്നു. അതോടൊപ്പം തന്നെ കൊണ്ടോട്ടി മേഖലയിലും നിലമ്പൂർ മേഖലയിലും ഒക്കെ തന്നെ വീടുകൾക്ക് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണ് വീടുകൾ നശിച്ച ഒരു സംഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇന്നും ഇപ്പോഴും ഇവിടെ മഴ തുടരുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. പ്രജിത്ത്. ഓക്കെ, ശിവദാസ് കന്മനമാണ് മലപ്പുറത്ത് നിന്നും ഈ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.